സൈലത്തിലെ എല്ലാ ക്ലാസ് റൂമിലും ഒരേപോലെയാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുക. എക്സാമ്പിൾ പറഞ്ഞാല് കോഴിക്കോട് ഒരു സെന്റർ ഉണ്ടെന്നിരിക്കട്ടെ, ട്രിവാൻഡ്രത്ത് വേറൊരു സെന്റർ. ഇവിടെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുമ്പോൾ ഇവിടെയും ബേസിക് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കും. അപ്പൊ നിങ്ങളോർക്ക് മറ്റ് സെന്ററുകളിൽ അങ്ങനെയല്ല. ചില സ്ഥലത്ത് ചാപ്റ്റർ 10 തുടങ്ങും, ചില സ്ഥലത്ത് ചാപ്റ്റർ 7 തുടങ്ങും. അപ്പൊ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപോലെയല്ല പോവുക. അങ്ങനെ ഒരുപോലെ പോയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു മാസം കഴിയുമ്പോഴും പല സ്ഥലത്തും പഠിപ്പിച്ച പല ചാപ്റ്റർ ആയതുകൊണ്ട് കോമൺ എക്സാമുകൾ നടക്കില്ല. പക്ഷെ സൈലത്തിൽ ഒരുപോലെ പഠിപ്പിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടും ട്രിവാൻഡ്രവും ഒക്കെ തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് എല്ലാ മാസവും, അതായത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ മെയ്യിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ തിരക്കുള്ളൂ. ആദ്യമേ ക്ലാസ് തുടങ്ങുന്നത് സൈലത്തിലായിരിക്കും. മെയ് 15 നമ്മൾ ക്ലാസ് തുടങ്ങും. ഏറ്റവും ആദ്യമേ പഠിപ്പിച്ചു തുടങ്ങുന്നത് നമ്മളെ മെയ് 15. അപ്പം അങ്ങനെ ക്ലാസ് തുടങ്ങുമ്പോൾ ഗുണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ മാസം തൊട്ട് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ തുടങ്ങും. അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റ്. അതാണ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാര്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യത്തെ മാസം തൊട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും.